ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൊരു കുട്ടി ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു വാവക്ക് വേണ്ടിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം കട്ട് ചെയ്ത് അതിൻ്റെ ഫ്രണ്ട് പോർഷനും പരിപാടിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ടാണ്. പിന്നെ ലേസ് സ്റ്റിച്ച് ചെയ്ത് കെട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇടാനും സുഖമായിരിക്കുമല്ലോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വാവക്ക് കുത്തിക്കൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മിങ്ങനെ ഉള്ളിൽ മറിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ തേര് വശമൊക്കൊന്നും കുത്തിക്കൊള്ളില്ല. നമുക്ക് കറക്റ്റായിട്ട് തന്നെ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഫ്രോക്കിൽ ചെയ്യുന്നത്. ഇതൊരു 2-3 വയസ്സുള്ള ആൾക്ക് ഇടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൊരു ഇച്ചിരിയും കൂടി ഡെക്കറേഷൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബട്ടർഫ്ലൈയൊക്കെ ഭയങ്കര കാര്യം. അപ്പോൾ എന്നാൽ ബട്ടർഫ്ലൈയിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് സെൻറ്ററിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഹാൻഡ് എംബ്രോയിഡറി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ. പിന്നെ എനിക്ക് സമയമില്ലാഞ്ഞതുകൊണ്ട് ഞാനപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊള്ളാൻ കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നല്ല ലുക്കുണ്ട്. അത്യാവശ്യമായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സാണ്. കോട്ടൺ ആയതുകൊണ്ട് ഈ സമയത്ത് ഇടാൻ പറ്റിയ ഒരു നല്ല ഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ജസ്റ്റ് വെറുതെ കെട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് കവർ ചെയ്ത് നമുക്ക് പാക്ക് ചെയ്ത് വെക്കണം. പാക്ക് ചെയ്ത് വെച്ചിട്ട് ഒരാൾ പോകുമ്പോൾ കൊടുത്തു വിടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് കഴിഞ്ഞ് ഇനി ഒരു ഫ്രോക്ക് കൂടി എനിക്ക് ഇതേപോലെ ചെയ്യാനുണ്ട് കേട്ടോ. അത് വേറെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.